ഈയിടെയായിട്ട് നിന്റെ ഉത്തരവാദിത്തമില്ലായ്മ ഒരുപാട് കൂടുന്നുണ്ടേ. ഒരു കാര്യം പറഞ്ഞ അത് പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യണം. സീരിയസ്നെസ് മനസ്സിലാക്കി ജോലി കഴിയുന്നവരെ ഒരുപോലെ കണ്ണുപോലും അടയ്ക്കാൻ പാടില്ല. പക്ഷെ നീ ഇപ്പൊ കാണിച്ച അനാസ്ഥയുടെ പേരില് ക്ലയന്റിന്റെ മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കേണ്ട അവസ്ഥയാ മഞ്ജരി, എനിക്ക് അറിയോ? എക്സ്ക്യൂസ് മീ സർ. കം ഇൻ. എന്താ മേഘ, എന്താ വേണ്ടേ? മാഡം ടെൻഷനായിട്ട് കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടിരുന്നു. എന്താണെന്ന് ചോദിക്കാന്ന് കരുതി. കുറച്ചു മുമ്പ് നീ തന്ന ഫയൽ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. ഈശ്വര, മിസ്സായി പോയെന്നോ? അതെ മേഘ, നീ റെഡിയാക്കി തന്ന റിപ്പോർട്ടും കാണുന്നില്ല മേഘ. വാവ് മഞ്ജരി, മഞ്ജരി, ആ ഫയൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചെന്തിനാ? അത് സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് എഴുതാനാ. എന്നിട്ട് അത് നീ മേഘയെ ഏൽപ്പിച്ചല്ലേ? ആ ഫയലിന്റെ പ്രാധാന്യം എത്രയാണെന്നും അതിന്റെ റിപ്പോർട്ട് എത്രമാത്രം അത്യാവശ്യമാണെന്നുള്ള കാര്യം നിനക്കറിയാവുന്നതല്ലേ? ഐ ആം ടോട്ടലി ഡിസപ്പോയിന്റഡ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല മിഥുൻ. അതും സർ, ഒരു മിനിറ്റ്. എന്താ സർ, ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാതിരുന്ന ഫയൽ സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കിയത് എനിക്കെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട്. സാർ എനിക്ക് കുറച്ച് സമയം തന്ന ആ റിപ്പോർട്ട് ഞാൻ വീണ്ടും റെഡിയാക്കി തരാം സർ. ആർ യു ഷുവർ? അതെ സർ, റിപ്പോർട്ടിൽ എഴുതിയ ഓരോ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 15 മിനിറ്റ് തന്നാൽ മതി, റിപ്പോർട്ട് സാറിന്റെ മുന്നിൽ എത്തിയിരിക്കും. ഇപ്പോ 10:15 ആയില്ലേ? കൃത്യം 10:30 സാറിന്റെ മുന്നിൽ ഫയൽ എത്തും. മേഘനന്ദേ, റിപ്പോർട്ട് എന്തായി? യെസ് സർ, പ്രിന്റ് ഔട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് സർ. സർ, ഇത് സർ. താങ്ക് യു സോ മച്ച് മേഘനന്ദ. തനിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. താങ്ക്സ് വൺസ് അഗൈൻ. ഇറ്റ്സ് ഓക്കെ സർ. താങ്ക് യു സോ മച്ച് മേഘ. താങ്ക് യു. മഞ്ജരി, ഒന്ന് വേഗം വാ. ദേ വരിക. ഹലോ. ഹലോ മാഡം, പറഞ്ഞ പോലെ താക്കോല് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ വീടിന്റെ പുറത്തുണ്ട്. അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. ആരും നിന്നെ കാണരുത്. ഓക്കെ മാഡം. അതേപടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? 25 വർഷമായിട്ടേ ഇതേ പണി തന്നെ ഞാൻ ചെയ്യുന്നത്. ഇതാ മാഡം. പോട്ടെ മാഡം, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ചെറുവിരലോളമുള്ള ഈ താക്കോലാണ് ആ നെക്ലേസ് എന്റെ കയ്യിലെത്താനുള്ള ആയുധം. അമ്മേ, അരുണിമേച്ചി ഇവിടെയെങ്ങും കാണാനില്ലല്ലോ. അരുണിമയും ജയദേവനും കൂടി എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയല്ലോ. അത് ശരി, അപ്പൊ വടയക്ഷി വീട്ടിലില്ല. എങ്കിൽ ഇത് തന്നെയാണ് തക്ക സമയം.
അരുണിമേക്ഷി, ആ നെക്ലസ് ഒന്ന് തൊട്ടതിനല്ലേ നീ എന്നെ അപമാനിച്ചത്? ഇനി അത് എന്റെ കയ്യിലിരുന്നാ മതി. നന്ദൻ കുടുംബത്തിലെ നിന്റെ ആധിപത്യം തച്ചുടയ്ക്കാനുള്ള ആദ്യ ചുവടാണിത്. പയ്യെ പയ്യെ ഓരോ ചുവടുകൾ വെച്ച് നിന്റെ ആധിപത്യം ഞാൻ കൈയടക്കിയിരിക്കും. നീ എന്ന യക്ഷിയുടെ ശരണാലയമായി പ്രിയംവദ എന്ന പാലവൃക്ഷം വളരും. പ്രിയംവദേ, അയ്യോ വടയക്ഷി, പെട്ടെന്ന് ഇതെങ്ങനെ ഇവിടെ എത്തിയേ? പ്രിയംവദേ നിന്നെ വിളിച്ച്. ഞങ്ങളുടെ റൂമിൽ നിനക്കെന്താ പണി? നിനക്ക് എന്താണ് ഇവിടെ കാര്യമെന്ന്? പ്രത്യേകിച്ചൊന്നുമില്ല ചേച്ചി. കാറ്റത്ത് ഈ ജനവാതില് പടപടാന്ന് അടിക്കുന്നുണ്ടായിരുന്നു. എങ്ങാനും അതിന്റെ ചെല്ല് പൊട്ടിപ്പോയാലോ, അതുകൊണ്ട് അത് ക്ലോസ് ചെയ്യാന്ന് വിചാരിച്ച് കേറിയതാ. ഞാൻ പോയപ്പോ ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ടാണല്ലോ പോയത്. കാറ്റിന് ഫ്ലോ ഇല്ലാതാവുമ്പോ ജനവാതിലടിക്കാൻ സാധ്യതയില്ലല്ലോ. ക്രോസ് വിസ്താരം ഒന്ന് നിർത്തടി യക്ഷി. ലോജിക് പ്രകാരം നോക്കിയാ ആ ജനവാതിൽ അനങ്ങ പോലുമില്ല. ജോലിക്കാരെങ്കിലും ഡോറ് തുറന്നിട്ടുണ്ടാവും. ഞാൻ നോക്കിയപ്പോ മെയിൻ ഡോർ ഓപ്പൺ ആയി കിടക്കുമായിരുന്നു. അതൊക്കെ പോട്ടെ, ഞാനിത് അങ്ങ് അടക്കിയാട്ടോ. ശരി. എന്റെ ചാത്തമാരെ, എന്നെ കാത്തോളണേ. ഇപ്പൊ അവൾ എന്നെ കയ്യോടെ പിടികൂടി വല്ല പാലമരത്തിലും തളച്ചിട്ടേനെ. അരുണിമേക്ഷയുടെ ആധിപത്യം കൈയടക്കുന്നതിന് പകരം തുടക്കത്തിൽ തന്നെ അവളുടെ തടവിൽ അകപ്പെട്ടു പോകേണ്ടതായിരുന്നു. താങ്ക് ഗോഡ്. മേഘനന്ദ, സർ, നീ ആ ഫയൽ സബ്മിറ്റ് ചെയ്തപ്പം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു മൂഡിലായിരുന്നില്ല. റിയലി താങ്ക്സ് എ ലോട്ട്. ഇന്നിപ്പോ താൻ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ക്ലയന്റിന്റെ മുമ്പിൽ ഞാൻ നാണം കെട്ടേനെ. പിന്നെ സമയത്തിന് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായേനെ. ഇതിപ്പോ ആ സമയത്തിന് തന്നെ എത്തിക്കാൻ പറ്റിയതുകൊണ്ട് അവർക്ക് നമ്മളോട് നല്ല മതിപ്പുണ്ടെന്ന് പറയാം. മിഥുൻ നന്ദൻ കൊടുത്ത വാക്ക് പാലിക്കുന്ന ഒരാളാണെന്ന് ക്ലയൻസിന് തോന്നാനും തുടങ്ങി. നാളെ എന്തെങ്കിലും ആ ക്ലയൻസിനെ വീണ്ടും ഡീൽ ചെയ്യേണ്ടി വരുമ്പോ ഞാൻ നല്ല കോൺഫിഡന്റും ആയിരിക്കും. ക്ലയൻസ് ഉണ്ടെങ്കിലല്ലേ നമ്മളെ പോലെയുള്ള കമ്പനികൾക്കൊക്കെ നിലനിൽപ്പുള്ളൂ. ഓൾ ബിക്കോസ് ഓഫ് യു. മേഘയുടെ ഐശ്വര്യ മുഖത്ത് തന്നെ തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ. മേഘ തൊടുന്നതെല്ലാം പൊന്നാവും. ഇനി നമ്മുടെ കമ്പനിക്ക് എല്ലാം വിജയമായിരിക്കും സർ. യു ആർ റൈറ്റ് കിഷോർ. മേഘനന്ദ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഇറ്റ്സ് ഓക്കെ സർ. വാട്ട് ഈസ് ദിസ് മിഥുൻ? മേഘ അവളെ ഏൽപ്പിച്ചൊരു കാര്യം ചെയ്തു. അതിനു വേണ്ടിയാണല്ലോ നമ്മൾ അവൾക്ക് സാലറി കൊടുക്കുന്നേ. അതിന്റെ കൂടെ ഈ കോംപ്ലിമെന്റ്സിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എല്ലാം അങ്ങനെ കാശ് കൊടുത്ത് നേടാനാവില്ല മഞ്ജരി. ചില ഇമോഷൻസ് പണം എന്ന ബൗണ്ടറിക്കും അപ്പുറത്തായിരിക്കും. നിന്നെ ഏൽപ്പിച്ച ജോലി നീ മര്യാദയ്ക്ക് ചെയ്തില്ല. അതിനു പകരം മേഘയെ നീ ആ പണി ഏൽപ്പിച്ചു. സത്യം പറഞ്ഞ നിനക്ക് വേണ്ടി അവൾ ഈ പണി ചെയ്തേ. അതും എങ്ങനെ? അവള് തന്നത് നീ മിസ് ചെയ്തിട്ടും വീണ്ടും അത് അവൾ ഓർമ്മയെന്ന് ടൈപ്പ് ചെയ്തു. ക്ലയന്റിന്റെ മുമ്പിൽ എന്റെ മുഖം രക്ഷിച്ചു. സത്യം പറഞ്ഞ അവൾക്ക് ഈ കോംപ്ലിമെന്റ്സ് കൊടുത്താ പോരാ. മേഘനന്ദയോട് നീയും ഒരു വാക്ക് നന്ദി പറയുന്നത് നല്ലതായിരിക്കും. അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മിഥുൻ. വേണമെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. മേഘ, താങ്ക് യു വെരി മച്ച്. കീപ് ഇറ്റ് അപ്പ്. ലിസൺ എവരിബഡി. മേഘനന്ദയെ പോലെ കമ്മിറ്റ്മെന്റോട് കൂടി കൃത്യതയോടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഉയർച്ചയുണ്ടാവും.
മേഘ എന്ന പേരുള്ളവരെല്ലാം എനിക്ക് വേണ്ടി പണിതരം മാത്രം ജനിച്ചവരാണോ? വീട്ടിലാ മേഘന, ഇവിടെ ഈ ഓഫീസിൽ മേഘനന്ദ. ഛേ, ഈ ശാലിനിക്ക് എന്നോട് എന്താ പറയാനുള്ളത്? എന്നെ വിളിച്ചു വരുത്തിയിട്ട് അവളെ ഇതുവരെ കാണാനില്ലല്ലോ. ഹായ് വിവേക്. ഹായ് ശാലിനി, എന്താ നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു? അതെ വിവേക്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കൂട്ടിവെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിന്നോട് എനിക്ക് പറയണം. എന്റെ മനസ്സാണ് ഞാനിപ്പോ നിന്റെ മുമ്പിൽ തുറന്നു വെക്കുന്നത്. അത് നീ വായിക്കണം. ശാലിനി, നീ ഇങ്ങനെ കഥയും കവിതയൊക്കെ പറയുമ്പോഴേ ഒരു വശപ്പശക്ക് തോന്നുന്നുണ്ടല്ലോ. ഒന്ന് മനസ്സിലാവുന്ന പോലെ പറയാമോ പ്ലീസ്? എന്താ വിവേക് ഇത്? ഞാൻ ഇത്ര വികാരപരിധിയായി പറയുന്നത് നിനക്ക് ഇത്ര വശപ്പശകായിട്ടാണോ തോന്നുന്നത്? അതൊക്കെ പോട്ടെ, നിനക്കെന്താ എന്നോട് പറയാനുള്ളത്? ഈയിടെയായിട്ട് എപ്പോഴും എന്റെ മനസ്സിൽ നീ മാത്രം. നമ്മുടെ ഇത്രയും കാലത്തെ അഗാധമായ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കണമെന്ന് തോന്നി. പേരാ? എന്തു പേര്? ഒരു പൂവും ശലഭവും തമ്മിലുള്ള ബന്ധം പോലത്തെ. ഒരു പട്ടിയും തൊടേന്ന് ചെത്തിയെടുത്തിട്ടുള്ള പോത്തിറച്ചിയും തമ്മിലുള്ള ആകർഷണ ബന്ധം. എന്താണ്? പോത്തിറച്ചിയും പട്ടിയും പോലെയോ? ഇത് വല്ലാത്തൊരു ഉപമയായി പോയി. അതൊരു പട്ടിക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു വികാരമാണ്. അതുപോലെ തന്നെയാ എന്റെ മനസ്സിൽ നിന്നോടുള്ള പ്രേമം എന്ന വികാരവും. എന്താ പ്രേമോ? അതെ വിവേക്, നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഞാനിട്ടിരിക്കുന്ന പേര് പ്രേമലൂന്ന. നമ്മൾ തമ്മിൽ പ്രേമലു അല്ലേ? ഇനി നീ ഈ പേര് ആവർത്തിച്ച കണ്ടം വഴി ഓടിഞ്ഞ. അതെന്താ വിവേക്, നിനക്ക് എന്നോട് പ്രേമലു ഇല്ലേ? നിന്നെ കണ്ട എന്റെ മനസ്സിൽ അങ്ങനെ ഒരു വികാരം തോന്നുന്നില്ല ശാലിനി. അതെന്താ? ഞാനൊരു പെൺകുട്ടിയല്ലേ? കണ്ടുമുട്ടുന്ന എല്ലാ പെൺകുട്ടികളോടും പ്രേമം തോന്നിയാലേ അതിന്റെ പേര് പ്രേമെന്നല്ല, ഭ്രാന്തെന്നാണ് ശാലിനി. പ്രണയം വല്ലാത്തൊരു ഫീലിംഗാ. അത് ഒരാളോട് മാത്രമേ നമുക്ക് തോന്നൂ. അത് നമ്മൾ പോലും അറിയാതെ സംഭവിക്കണം. എന്നാ പിന്നെ അത് എന്നോടും കൂടി ഒന്ന് പെട്ടെന്നൊന്ന് സംഭവിപ്പിക്ക്. അതിങ്ങനെ നീ എന്റെ കൈ പിടിച്ച് തിരുമ്പിയാൽ ഉണ്ടാവുന്ന കാര്യമല്ല ശാലിനി. പിന്നെ എന്ത് ചെയ്താലും അത് ഉണ്ടാവുക. നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ വിവേക്. പറഞ്ഞത് മനസ്സിലായില്ലേ? പ്രണയം നമ്മൾ വിചാരിച്ച ഉണ്ടാവുന്നതല്ല, അത് അതിൻ്റെതായ സമയത്ത് തന്നെ തന്നെ ഉണ്ടാവുന്നതാ. അത് മനസ്സുകൊണ്ട് മാത്രമേ തൊട്ടറിയാനാവുള്ളൂ. ഒന്ന് പോ വിവേക്, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് നിന്നോട് പ്രേമം തോന്നിയ പോലെ നീയും നിന്റെ മനസ്സിൽ അത് എന്നോട് തോന്നിപ്പിക്കേ. ഇതെന്താ ഓർഡർ ചെയ്ത് കിട്ടുന്ന സാധനമാണോ? നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ, എനിക്ക് നിന്റെ പ്രേമം വേണം. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പ്രേമിക്ക് വിവേക്. എന്റെ പ്രേമം മൂത്ത് മൂത്ത് ഇപ്പൊ കല്യാണം കഴിക്കാൻ മോഹമായിരിക്കാം. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കല്യാണം കഴിക്കേ. നീ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യും. പ്രണയം യാചിച്ച് നേടാനുള്ളതല്ല, പിടിച്ചു പറിച്ച് അത് കിട്ടുകയും ചെയ്യില്ല. മേലിൽ ഈ പ്രേമത്തിന്റെ പേര് പറഞ്ഞു വന്നെന്നെ കൈ പിടിച്ച് പിഴിയല്ലേ? പറഞ്ഞില്ലെന്ന് വേണ്ട. മോം 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 എന്താ മിഥുൻ? മോം ഐ ആം സോ ഹാപ്പി മോം. ഐ ആം സോ ഹാപ്പി മോം. എടാ എന്താണ് സംഭവിച്ചത്? ഐ ആം സോ ഹാപ്പി മോം. ഐ ആം സോ ഹാപ്പി ഫോർ യു. ഏയ് മിഥുൻ, എന്ത് പറ്റിയടാ? എടാ എന്താ? നമ്മളൊരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തില്ലേ, അവിടെ ഫസ്റ്റ് പ്രോജക്റ്റ് തന്നെ ഓക്കെ ആയിരിക്കുക.
ഇനി എത്രയും പെട്ടെന്ന് പണികൾ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് പ്രോജക്റ്റ് നമുക്ക് വലിയ സക്സസ് ആക്കണം. കൺഗ്രാറ്റുലേഷൻസ് മോനെ. നീ ഒരു കാര്യം തുടങ്ങിയ അത് വിജയിപ്പിച്ചിട്ടടങ്ങും നീ അമ്മയ്ക്കറിയാം. അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് നീ പരിശ്രമിക്കും. താങ്ക് യു സോ മച്ച് മോം. എന്റെ മോനെ കാണുമ്പോൾ എനിക്ക് എന്തുമാത്രം അഭിമാനമാണെന്നറിയോ. ഞങ്ങള് നമ്മുടെ ഈ ബിസിനസ്സിനെ ഒരു പരിധിവരെ എത്തിച്ചെങ്കിലും അവിടുന്ന് നീയാണ് ഇത്രയും പേരും പ്രശസ്തിയും നേടിത്തന്നത്. അതുപോലെ ഈ ബ്രാഞ്ചിനെയും മോൻ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് എനിക്കറിയാം. അമ്മ എന്നും കൂടെയുണ്ട്. ആദ്യത്തെ ഈ പ്രൊജക്ട് തന്നെ ഒരു വലിയ സക്സസ് ആയി നീ കാണിച്ചു കൊടുക്കണം മോനെ. ഷുവർ മോം. ആൻഡ് വൺ മോർ തിങ്, ആ പ്രോജക്റ്റ് നമുക്ക് കിട്ടിയത് എൻ്റെ ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമല്ല, മറ്റൊരാളുടെ ആത്മസമർപ്പണം കൂടിയുണ്ട്. അതാരായിരിക്കും എനിക്കറിയാം മിഥുൻ. മഞ്ജരി ആയിരിക്കും. ശരിയല്ലേ? നോ, പിന്നെ ആരാടാ മിഥുനെ? മേഘനന്ദ. നമ്മുടെ ഓഫീസിലെ പുതിയ എംപ്ലോയി ആമോ? എന്താ നീ പറഞ്ഞത്? മേഘനന്ദാന്നോ? അതെ മോ, സത്യത്തിൽ അവളുടെ പേരൊരു 1.5 കിലോമീറ്റർ ഉണ്ട്. ഷോർട്ടായിട്ട് മേഘനന്ദ എന്നാ വിളിക്കാറ്. പുതുതായി ജോയിൻ ചെയ്തൊരു പെണ്ണ് ഇതിനോടകം നമ്മുടെ പ്രൊജക്ടിനെ എങ്ങനെ സഹായിച്ചു എന്നാ നീ പറയുന്നത്? നീ ഒന്ന് വിശദമായിട്ട് പറ. മോം, അത് ക്ലയൻസ് അയച്ചു തന്ന ഫയൽ സ്റ്റഡി ചെയ്ത് അതിന്റെ നല്ലൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഓൺ ടൈം അത് അയച്ചു കൊടുക്കണമായിരുന്നു. പക്ഷെ മഞ്ജരി ആ ഫയൽ എവിടെയോ കൊണ്ട് കളഞ്ഞു. പക്ഷേ ഈ മേഘനന്ദയായിരുന്നു മഞ്ജരിക്ക് പകരം ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ടിന്റെ പ്രസന്റേഷൻ കണ്ടിട്ട് ക്ലയന്റിന് നമ്മളോട് വിശ്വാസം തോന്നിയത്. അതുകൊണ്ട് നമുക്ക് ഈ പ്രോജക്റ്റ് കിട്ടിയതിന്റെ പിന്നില് അവളും ഒരു കാരണമാണ്. ജോലിക്ക് ചേർന്ന ഉടനെ തന്നെ അവള് നമ്മുടെ കമ്പനിയെ സഹായിച്ചിരിക്കുക. നമ്മുടെ പുതിയ ബ്രാഞ്ചിന് ആദ്യത്തെ പ്രോജക്റ്റ് കിട്ടാനും അവള് കാരണമായിരിക്കുക. ഒരിക്കലും ആ പെൺകുട്ടിയെ നഷ്ടപ്പെടുത്തരുത് മോനെ മിഥുൻ. അത് പിന്നെ എങ്ങനെയല്ലേ വരൂ. ആത്മസമർപ്പണത്തോടെ ജോലി ചെയ്യുന്നവർക്ക് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ എന്തു വന്നാലും ശരി, ആ എംപ്ലോയി ഞാൻ
സത്യത്തിൽ നമ്മുടെ സമ്പത്ത്.